1962 ശ്രീ പി എ കൃഷ്ണപ്പനാൽ സ്ഥാപിതമായ ശ്രീകൃഷ്ണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് സിൽവർ സ്റ്റഡുകളാണ്. സിൽവർ സ്റ്റഡുകൾ നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പക്ഷേ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിൽവർ സ്റ്റഡുകളാണ്. അതിൽ ഗോൾഡ് കളർ പ്ലേറ്റഡ്, അതായത് റോസ് ഗോൾഡിൻ്റെ ടൈപ്പ് ഉണ്ട്, കൂടുതലും റോഡിയം കോട്ടഡും ആണ്. റോഡിയം കോട്ടഡിൻ്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നമുക്ക് സ്ഥിരമായിട്ട് ഇട്ട് കൊടുത്തു വിടാൻ പറ്റും. കുട്ടികൾ സ്കൂളിൽ പോയിട്ട് സ്വർണ്ണത്തിൻ്റെ കമ്മൽ നഷ്ടപ്പെടുത്തുന്നൊരു പ്രവണത നമുക്കൊരു പരിധിവരെ ഒഴിവാക്കാം. കാരണം ഇത് അത്രയും വില വരുന്നില്ലല്ലോ. നമുക്കപ്പോൾ ഇപ്പോഴത്തെ സ്വർണ്ണവില വെച്ചിട്ട് ഗോൾഡിൻ്റെ ഒരു കമ്മൽ നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി പണം നഷ്ടമാവുന്നൊരവസ്ഥ വരുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റഡുകൾ നമുക്ക് ഡെയിലി വെയറബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കൂടാതെ ഇത് റോഡിയം കോട്ടഡ് ആയതുകൊണ്ട് ഫെയ്ഡ് ആകുകയോ അങ്ങനെ കറുത്തു പോവുകയോ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. വളരെ അപൂർവം കേസുകളിൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം, എങ്കിൽ പോലും പൊതുവെ ഇതിന് ഒരു ഫെയ്ഡും കണ്ടിട്ടില്ല. നമ്മളീ പരിചയപ്പെടുന്ന കമ്മലുകളിൽ സ്റ്റോൺ ഉള്ളതും സ്റ്റോൺ ഇല്ലാത്തതും ഉണ്ട്. കളർ സ്റ്റോണുകളുണ്ട്, വൈറ്റ് സ്റ്റോണുകളുണ്ട്. അപ്പോൾ അതിൽ സ്റ്റോൺ ഉള്ളതുണ്ടോ, ഇത് സ്ക്വയർ ആയിട്ടുള്ള സ്റ്റോണുകളുള്ള മജന്ത സ്റ്റോണുകളാണ്. നമുക്ക് ഡെയിലി വെയറബിളായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ സ്റ്റോൺ ഇളകി പോകത്തില്ല, നല്ല സ്ട്രോങ് ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ഇതിൻ്റെ തന്നെ വേറെ ഷേപ്പും നമുക്ക് അവൈലബിൾ ആണ്. ഇത് ട്രയാങ്കിളാണ്. ട്രയാങ്കിളിൽ ഉള്ളൊരു മോഡലാണ്. നല്ല ഭംഗിയുള്ള കുറച്ച് മോഡലുകളാണിത്. ഡിസൈനുകളിലാണെങ്കിൽ പല വ്യത്യസ്തതകളുണ്ട്. ഇതിൽ ഹാർട്ടുണ്ട്, ഫിഷിൻ്റെ ഷേപ്പുകളുണ്ട്. കൊച്ചു കുട്ടികൾക്ക് പറ്റുന്ന ഷേപ്പുകളാണ് ഇത് കൂടുതലും. നല്ല ഭംഗിയാണ് ഇതിട്ട് കഴിഞ്ഞാൽ കാണാനായിട്ട്. കുഞ്ഞുങ്ങളുടെ കാതിൽ കിടക്കുന്ന കാണാൻ നല്ല അഴകായിട്ട് കാണാറുണ്ട്. ഇതിലും പല മോഡലുകളുണ്ട്. ഇതിൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ മോഡലുണ്ട്, ചെറിയ ബട്ടർഫ്ലൈയുടെ ടൈപ്പ് ഉണ്ട്. ഇത് കണ്ടോ, ഇത് രണ്ടെണ്ണത്തിലാണെന്നുണ്ടെങ്കിൽ സ്റ്റോൺ ഇല്ല, പ്ലെയിൻ ഡിസൈനുകളാണ്. 1, 2, 3. ഈ ഇൻഫിനിറ്റിയിലൊന്നും സ്റ്റോൺ ഇല്ല. ഇതൊക്കെ സ്റ്റോൺ ഉള്ളതാണ്, പക്ഷേ ആ സ്റ്റോൺ ഉള്ളതാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എങ്കിലും ചിലർക്ക് സ്റ്റോൺ ഇല്ലാത്തത് ഇവിടെ ചോദിച്ച് വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോൺ ഇല്ലാത്തത് എടുത്ത് വെച്ചേക്കുന്നത്. പച്ചക്കല്ലിൻ്റെ റൗണ്ട് ഷേപ്പ്. ഇതേപോലെ തന്നെ വൈറ്റ് സ്റ്റോണിൻ്റെ സ്ക്വയർ ടൈപ്പും ഉണ്ട്. അത് നല്ല ഭംഗിയുള്ള മോഡലാണ്. ഇതുകൂടാതെ ബ്ലൂ ഷെയ്ഡിലുള്ള സ്ക്വയർ ഉണ്ട്. ശരിക്കും ഒരു ഇന്ദ്രനീലം കല്ലിൻ്റെ കളറ്, ആ ഡെപ്തുള്ള കളറുള്ള കല്ലുകളാണത്. ഇതുകൂടാതെ ബ്ലൂ തന്നെ ഹാർട്ട് ഷേപ്പ്, നല്ല മൂവ്മെൻ്റുള്ള മോഡലാണ്. ഇതുപോലത്തെ കുറച്ച് മോഡലുകൾ. ഹാർട്ട് തന്നെ വൈറ്റ്, നല്ല തിളക്കമുള്ള കല്ലുകളാണ്. വൈറ്റ് ആകുമ്പോഴേക്കും ബ്ലൂവിനേക്കാളും തിളക്കമുണ്ട്, പക്ഷെ മറ്റേതിന് നല്ല കളർ ഡെപ്ത് ഉണ്ട്. എന്താ റോസ് കളറിലുള്ള സ്ക്വയർ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനേക്കാളും ഭംഗിയായിരിക്കും കേട്ടോ ഇത് കാതിൽ അണിഞ്ഞു കഴിഞ്ഞാൽ. വൈറ്റിൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് മാറി മാറി ഇടാനായിട്ട് പല ടൈപ്പിലുള്ള പല വെറൈറ്റി ആയിട്ടുള്ള 1-2 കമ്മലുകൾ എടുത്താലും വലിയ വിലയൊന്നും ആവുന്നില്ല. ഇതുകൂടാതെ റോസ് ഗോൾഡിലുള്ള കുറച്ച് മോഡലുകൾ കൂടി പരിചയപ്പെടുത്താം. ഇത് പക്ഷേ തീരെ കൊച്ചുകുട്ടികൾക്ക് പറ്റുന്ന മോഡലുകളല്ല, കുറച്ചുകൂടി മുതിർന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കൊച്ചുകുട്ടികൾക്ക് സ്ഥിരമായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ കളർ ഫെയ്ഡ് ആകാനുള്ള സാധ്യതകളും ഉണ്ട്. നമുക്കൊരു ഡെയിലി വെയറബിൾ എന്നതിനേക്കാൾ ഉപരി ഒരു ഒക്കേഷണലി ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലുകളാണ് ഇതൊക്കെ. പക്ഷേ വെറൈറ്റി ഡിസൈൻസ്, നല്ല കളർ ടോൺ.
ഇത് ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ളതാണ്, ഫുൾ സൈസ്. സ്റ്റോൺ അല്ല ഇത് ശരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേളിൻ്റെ പോലത്തെ ഒരു മെറ്റീരിയലാണ്. കാൽസ്യം കാർബണേറ്റിൻ്റെ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യണതാണ്. ഈ താഴത്തിരിക്കുന്നത് സ്റ്റോൺ തന്നെയാണ്. ഇതിൻ്റെ തന്നെ സ്റ്റോണിൽ വേറൊരു ടൈപ്പ് ഹാർട്ട് ഉണ്ട്, ഹാർട്ടിൻ്റെ ഷേപ്പ്. നോക്കിയാൽ ഇത് നല്ല ഭംഗിയാണ്. ഇതതിൻ്റെ ഡ്രോപ്സ് ആണ്. ഈ ഡ്രോപ്സുകൾ ശരിക്കും ഇതെല്ലാം ഈ റോസ് ഗോൾഡിൻ്റെ ഐറ്റംസ് എല്ലാം ശരിക്കും ഒക്കേഷണലി യൂസ്ഡ് ആണ്. അതായത് നമുക്ക് എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഉപയോഗിക്കുക, അതിനുശേഷം തിരിച്ചു കൊണ്ടുവന്ന് നല്ല വെള്ളത്തിൽ വാഷ് ചെയ്ത് വൈപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കളർ ഫെയ്ഡ് ആകാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ടൈപ്പ് കണ്ടു കാണുമെന്ന് വിചാരിക്കണം. ഇത് നല്ല ഭംഗിയുള്ള കാതിലിട്ട് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കാതിൻ്റെ ഒരു ഹോളിൽ നിന്ന് മാത്രം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേളിലേക്ക് കൂടി അതിൻ്റെ കണ്ടിന്യൂവേഷൻ കിട്ടത്തക്ക രീതിയിലുള്ള സ്റ്റഡാണ്. ഇടാൻ സുഖമാണ്, എളുപ്പമാണ്. ഇത് മെയിൻ സ്റ്റഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സെക്കൻഡ് സ്റ്റഡിൻ്റെ ഹോളിൽ നിന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ കാതിലേക്ക് ചേർന്ന് കിടക്കുകയും ചെയ്യും. ശ്രീകൃഷ്ണ ഗോൾഡ് ആൻഡ് നട്ട്സിൻ്റെ പുതിയ ഓർണമെൻറ്റുകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നത് വരെ ബൈ ബൈ.